വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ 2-ാം അധ്യായം പ്രത്യേകിച്ച് പ്രവചന പഠനത്തോടുള്ള ബന്ധത്തിലേക്ക് നാം വരികയാണ്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം. നമ്മൾ ആ 2-ാം അധ്യായം മുഴുവൻ വായിക്കുന്നില്ല, സമയത്തിൻ്റെ പരിധി വീണ്ടും നമുക്കുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം വായിച്ച് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പ്രവചനത്തിൻ്റെ ABC എന്ന് പറയുന്നത്, അതായത് പ്രവചനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാഗങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേദഭാഗം മനസ്സിലാക്കാത്തവർക്ക് ബൈബിളിൻ്റെ പ്രവചനങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ബൈബിളിൻ്റെ ABC എന്ന് പറയുന്നത് ഡാനിയേൽ ചാപ്റ്റർ 2 ആണ്. എന്നാൽ അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. ആ പ്രവചന വിഷയം വരുന്നത് ഏകദേശം 29-ാം വാക്യം തുടങ്ങിയാണ്. എന്നാൽ അതുവരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ പ്രധാനമായ ഭാഗങ്ങൾ മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ജാതീയ രാജാവായ നെബൂഖദ്നേസർ, കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു. ഈ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. നമുക്ക് പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം 2 വിധത്തിൽ മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ഒന്ന് സ്വപ്നവും മറ്റൊന്ന് ദർശനവും. നമ്മൾ സംഖ്യാപുസ്തകം 12-ന്റെ 6-ാം വാക്യം നോക്കാം. നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 6. ദൈവം ഇങ്ങനെ പറയുന്നു: എൻ്റെ വചനങ്ങൾ കേൾപ്പിൻ. നിങ്ങളുടെ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളിച്ചെയ്യുകയും ചെയ്യും. ദൈവം പറയുകയാണ്, ഞാൻ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തും, സ്വപ്നത്തിൽ അവനോട് അരുളിച്ചെയ്യും എന്ന് പറഞ്ഞാൽ ത്രൂ വിഷൻസ് ആൻഡ് ഡ്രീംസ്. ദർശനങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വിഷനും സ്വപ്നം എന്ന് പറയുന്നത് ഡ്രീമും. അപ്പോൾ ദൈവം പഴയ കാലങ്ങളിൽ സ്വപ്നത്തിലും ദർശനത്തിലും കൂടെ വെളിപ്പെടുത്തി, ത്രൂ വിഷൻസ് ആൻഡ് ഡ്രീംസ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഡ്രീംസ് എന്ന് പറയുന്നത് ഉറങ്ങിക്കിടന്നപ്പോൾ അവർ കണ്ടതാണ്. വിഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ഉണർന്നിരിക്കുമ്പോൾ തന്നെ അവർ കാണുന്നതാണ്. അപ്പോൾ ആ 2 വിധത്തിൽ നമ്മൾ ദർശനങ്ങളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും ബൈബിളിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ അവർ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ദർശനത്തിന് വിഷൻസ് അല്ലെങ്കിൽ ദർശനമെന്നും, ഉറങ്ങിയിരിക്കുമ്പോൾ കാണുന്ന ദർശനത്തിന് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഡ്രീംസ് എന്നും വചനത്തിൽ വായിക്കുന്നു. 1 രാജാക്കന്മാർ 3:5 ശലോമോൻ രാജാവിന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. യോസെഫിനെ കുറിച്ച് വായിക്കുമ്പോൾ സ്വപ്നങ്ങളെ വ്യാഖ്യാനിപ്പാൻ ദൈവം കഴിവ് കൊടുത്തിരുന്നു. യാക്കോബിനെ കുറിച്ച് വായിക്കുമ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണിയെ കുറിച്ചുള്ള ദർശനം കിട്ടി. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം ഈ വിധത്തിൽ സ്വപ്നത്തിലും ദർശനത്തിലും കൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മനുഷ്യനെ അറിയിച്ചുകൊണ്ടിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് മനുഷ്യരോട് സംസാരിപ്പാനായിട്ടുള്ളതെല്ലാം നമ്മോട് അറിയിച്ചു കഴിഞ്ഞു എന്ന് നാം വായിക്കുന്നു. ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നമുക്ക് വീണ്ടും ദാനിയേൽ പുസ്തകത്തിലേക്ക് വരാം. ആ 2-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലെ നെബൂഖദ്നേസർ രാജാവിൻ്റെ 2-ാം ആണ്ടിൽ എന്ന് വായിക്കുന്നു. പ്രവചന പണ്ഡിതന്മാരുടെ മധ്യത്തിൽ ഒരു പ്രശ്നം ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. അതായത് രാജാവിൻ്റെ 2-ാം ആണ്ടെന്ന് പറയുന്നത് വാസ്തവത്തിൽ 3-ാം വർഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ബാബിലോണിയൻ രാജാക്കന്മാർ ഭരണം ഏറ്റെടുത്താൽ അവരുടെ ആദ്യത്തെ ഭരണം നടത്തുന്ന വർഷം അവരുടെ വാഴ്ചയുടെ കാലഘട്ടമായിട്ട് കണക്കാക്കിയിരുന്നില്ല. ആദ്യത്തെ വർഷം വാഴ്ചയുടെ കാലഘട്ടമായി കണക്കാക്കിയിരുന്നില്ല. അതുകൊണ്ട് ഈ 2-ാം വർഷം എന്ന് പറയുമ്പോൾ ഇത് 3-ാം വർഷമാണ്. ദാനിയേലിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ 3 വർഷമായി. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ദാനിയേലിനെ 3 വർഷത്തെ ഒരു ട്രെയിനിങ്ങിനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ദാനിയേലിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. ഏകദേശം 14-15 വയസ്സുള്ള ബാലനായിട്ട് ദാനിയേലിനെ പിടിച്ചുകൊണ്ടുപോയി. ദാനിയേൽ ഇപ്പോൾ 17-18 വയസ്സായ ഒരു നല്ല ടീനേജറായി മാറി. ദാനിയേലിൻ്റെ ദൈവത്തിലുള്ള ആ വലിയ മച്യൂരിറ്റി നമ്മളിവിടെ കാണാനായിട്ട് പോവുകയാണ്. 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. ഇവിടെ ഒരു ചെറിയ പഠനം നടത്തി മുന്നോട്ട് പോകാം. ഈ 2-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ മനസ്സ് വ്യാകുലപ്പെട്ട് മെത്തയിൽ കിടക്കുകയാണ്. അവൻ ഉറക്കമില്ലാതെയായി. ദൈവാത്മാവോട് രേഖപ്പെടുത്തിയ വാക്ക് ശ്രദ്ധിക്കുക. നാം കഴിഞ്ഞ ദിവസവും പഠിച്ചു, ഈ മനുഷ്യൻ തൻ്റെ ശത്രുക്കളെ മുഴുവൻ സംഭരിച്ചു കഴിഞ്ഞു. ഭയപ്പെടുവാൻ തനിക്കൊന്നുമില്ല. 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും വായിക്കുകയുണ്ടായി, തന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ സകല മനുഷ്യരും ഭയപ്പെട്ടു വിറയ്ക്കുകയാണ്.
അത്ര വലിയ അധികാരത്തിലേക്ക് വന്ന് ദൈവം അവനെ വലിയ ഔന്നത്യത്തിലേക്ക് എത്തിച്ച് ലോകത്തിൽ അവനെ വെല്ലുവിളിക്കുവാനോ അവനോട് നേരിടുവാനോ ഒരു മനുഷ്യനും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കും, അവനൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങാൻ കഴിയും. പക്ഷേ ഈ രാജാവ് ഉറങ്ങുന്നില്ലേ? അവന്റെ മനസ്സാക്ഷിയിലുള്ള പോരാട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. അവൻ ഉറങ്ങാൻ കഴിയുന്നില്ലേ? നോക്കുക, താൻ കണ്ട സ്വപ്നം താൻ മറന്നു പോവുകയുമാണ്. എന്ത് സംഭവിച്ചു? താൻ വളരെ ആകുലചിത്തനായി. പിന്നീട് നമ്മൾ വായിക്കുന്നു, ആ സ്വപ്നം എന്താണെന്നും അത് വ്യാഖ്യാനിച്ച് കിട്ടുവാൻ വേണ്ടി 2-ാം വാക്യത്തിൽ 4 കൂട്ടം ആളുകളെ താൻ വിളിക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ 4 കൂട്ടം ആളുകളാണ് ബാബിലോണിലെ ബ്രെയിൻ ട്രസ്റ്റ്. രാജാവിനെ ആശ്രയിക്കാൻ കഴിയുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടമെന്ന് പറഞ്ഞാൽ ഈ 4 കൂട്ടരാണ്. അവരാരൊക്കെയാണ്? മന്ത്രവാദികളെ, ആഭിചാരകന്മാരെ, ക്ഷുദ്രക്കാരെ, കൽദയരെ. ഇങ്ങനെ വായിക്കുന്നു 4 കൂട്ടരെ കുറിച്ച്. മന്ത്രവാദികൾ എന്ന് പറയുമ്പോൾ അവർ മാജിക് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഭാവിയെക്കുറിച്ചും മറ്റും പറയാൻ ഫോർച്യൂൺ ടെല്ലേഴ്സ്, അവർ മാജിക് മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചത് പറഞ്ഞിരുന്നു. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, മാഗീസ് എന്ന് വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ കടന്നു വന്ന മാഗീസ് ഈ മജീഷ്യൻസ് ആയിരുന്നു. 2, ഇവിടെ നമ്മൾ വായിക്കുന്നു മലയാളത്തിൽ ആഭിചാരകന്മാർ എന്നുള്ളത് ഇംഗ്ലീഷിൽ ആസ്ട്രോളജേഴ്സ് എന്ന, നക്ഷത്രങ്ങളെ അവർ ശ്രദ്ധിച്ചുകൊണ്ട് അതോടുള്ള ബന്ധത്തിൽ ഫ്യൂച്ചർ പറയുന്ന ഒരു കൂട്ടം ആളുകൾ. 3, ക്ഷുദ്രക്കാർ, സോർസറേഴ്സ്, അതായത് മരിച്ചുപോയ ആത്മാക്കളോട് ബന്ധപ്പെട്ട് ഈ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പറയുന്നവർ. 4-മത്തെ കൂട്ടർ കൽദയർ. ആരാണ് ഈ കൽദയർ? ബാബിലോണിലെ ഏറ്റവും ബുദ്ധിമാന്മാർ, അവിടുത്തെ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ്. ദാനിയേലും മറ്റും ഈ 4-മത്തെ കൂട്ടത്തിലാണ് വരുന്നത്, കൽദയറുടെ കൂട്ടത്തിലാണ്. നോക്കുക, മജീഷ്യൻസ് ഉണ്ട്, ആസ്ട്രോളജേഴ്സ് ഉണ്ട്, സോർസസ് ക്ഷുദ്രക്കാരുണ്ട്, അവസാനമായിട്ട് വളരെ വിദ്യ അഭ്യസിച്ച, ശാസ്ത്രം പഠിച്ച, ഫിലോസഫി പഠിച്ച കൽദയർ ഉണ്ട്. അവരെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്ന ദാനിയേൽ ആ കൂട്ടത്തിലാണ്. ഈ 4 കൂട്ടരെ വിളിച്ചിട്ട് ശ്രദ്ധേയമായൊരു കാര്യം, രാജാവ് 3-ാം വാക്യം അവരോട്, ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു. അതിന് കൽദയർ ആരാമ്യ ഭാഷയിൽ രാജാവിനോട്. നമുക്കറിയാം, പഴയ നിയമം മുഴുവൻ ഹെബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, പുതിയ നിയമം മുഴുവൻ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത സംഭവിക്കുന്നു. ഈ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം തുടങ്ങി 7-ാം അധ്യായത്തിന്റെ 28 വരെ കൽദയ ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 2:4 തുടങ്ങി 7:28 വരെ കൽദയ ഭാഷയിൽ, അതായത് ആ കാലത്ത് പ്രബലമായിരുന്ന കൽദയ ഭാഷയിൽ അത് പ്രസ്താവിക്കുകയാണ്. എന്തിനാണ് ഈ ഭാഷയിൽ ഈ വേദഭാഗം മാത്രം വെളിപ്പെടുത്തി കൊടുത്തത് അല്ലെങ്കിൽ പറഞ്ഞത്? നോക്കുക, ഇവിടെ പറയുന്നത് അന്ന് പ്രബലമായിരുന്ന ഈ രാഷ്ട്രത്തോടും ജാതികളോടും ദൈവം സംസാരിക്കുകയാണ്. അവരുടെ ജാതികളുടെ ഭാഷയിൽ ദൈവം ഈ പ്രവചന ഭാഗം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം ഭാവിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്ക് മുന്നോട്ട് ശ്രദ്ധിച്ചാൽ ഇവർക്കാർക്കും ആ സ്വപ്നം പറയുവാൻ കഴിയുന്നില്ലേ? രാജാവ് വളരെ കോപിഷ്ഠനായി. 10-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ രാജാവ് ഇവരെയെല്ലാം കൊല്ലാൻ തുടങ്ങിയാണ്. ഇവര് പറയുന്നു, ഈ ആഭിചാരകന്മാരും മന്ത്രവാദികളും ക്ഷുദ്രക്കാരും കൽദയരും പറയുന്നു, രാജാവേ, സ്വപ്നം ഞങ്ങളോട് പറയുക, ഞങ്ങൾ വ്യാഖ്യാനിച്ചു തരാം. 10-ാം വാക്യത്തിൽ കൽദയർ രാജസേനയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ലേ? രാജാവ് സ്വപ്നം പറയുക, ഞങ്ങൾ അറിയിക്കാം. ഒരു മനുഷ്യനും രാജാവ് പറയുന്നത് വെളിപ്പെടുത്തുവാൻ കഴിയില്ലേ? ആ വാക്യം ശ്രദ്ധേയമാണ്. 10-ാം വാക്യം, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ലേ? എന്തുകൊണ്ടാണ്? വളരെ ശ്രദ്ധിക്കുക. ദൈവിക കാര്യം മനസ്സിലാക്കുവാൻ കൽദയർക്കോ ആഭിചാരകന്മാർക്കോ മന്ത്രവാദികൾക്കോ ക്ഷുദ്രക്കാർക്കോ സാധ്യമല്ലേ? നമ്മൾ 1 കൊരിന്ത്യർ 2:14 വായിക്കുന്നു, പ്രാകൃത മനുഷ്യൻ, അതായത് രക്ഷിക്കപ്പെടാത്തവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുന്നില്ലേ? പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്തവൻ, എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും. നമ്മൾ നോക്കിയാൽ കൽദയറിനോട് പറഞ്ഞിരിക്കുന്നത്, ആ കാലത്ത് ലോകത്തിലുള്ള ഏറ്റവും വലിയ ഫിലോസഫേഴ്സും ശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ്, അവർക്ക് പോലും ഇത് പറയുവാൻ കഴിയുന്നില്ലേ? വേണ്ട, ഈ 4 തുറയിലുള്ള ജ്ഞാനികളെയും വിളിച്ചുകൂട്ടിയിട്ടും അവർക്കിത് പറയുവാൻ കഴിയാത്തതിന്റെ കാരണം, ദൈവം വെളിപ്പെടുത്തിയ സ്വപ്നം, ദൈവം കാണിച്ചു കൊടുത്ത സത്യം മനസ്സിലാക്കാൻ ദൈവാത്മാവുള്ള ഒരുത്തനെ കഴിയുള്ളൂ. 1 കൊരിന്ത്യർ 2:14 അത് വായിക്കുന്നുണ്ട്. പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ആലോചന കൈക്കൊള്ളാൻ സാധ്യമല്ലേ? എന്നാൽ ആത്മികൻ അതിനെ വിലയിരുത്തും.
എന്നാൽ അവിടെ ആ 10-ാം വാക്യം നോക്കിയേ, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കഴിഞ്ഞ 6000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രം ഈ 10-ാം വാക്യത്തിൽ ഉൾപ്പെടുത്താം. മനുഷ്യന്റെ വിദ്യാസമ്പന്നതയും അവന്റെ കണ്ടുപിടുത്തങ്ങളും അവന്റെ വലിപ്പവും അവന്റെ പുകഴ്ചയും അവന്റെ മഹത്വവും ഒക്കെ ദൈവിക കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ അവനക്ക് സാധിച്ചിട്ടില്ലേ? റോമലേഖനത്തിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർക്ക് സമാധാന മാർഗം അറിഞ്ഞുകൂടാ. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനുമില്ലേ. ലോകത്തിൽ എത്ര ജ്ഞാനിയാണെങ്കിലും ശരി, അവന് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയില്ല എന്ന് 10-ാം വാക്യം പ്രത്യേകം മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം, ദാനിയേലൊക്കെ പിന്നെ എന്തിനാണ് ഈ വിദ്യ അഭ്യസിച്ചത്? 3 വർഷം രാജാവിന്റെ കോളേജിൽ ഇത് പഠിച്ചു. എന്തിനു പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്നൊരു തിയോളജിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ, ഇന്ന് വേദശാസ്ത്രം പഠിക്കാൻ ഒരു കോളേജിൽ നിങ്ങളോ ഞാനോ പോയാൽ അവിടെ പഠിക്കേണ്ട സബ്ജക്ട്സുകൾ എന്തൊക്കെയാണെന്നറിയാമോ? യെസ്, ലിബറൽ തിയോളജി, അതായത് ദൈവശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന വേദശാസ്ത്രം പഠിക്കണം. 2, ഈ ലോകത്തിന്റെ ഉൽപ്പത്തിയോടുള്ള ബന്ധത്തിൽ നോക്കുക, ശാസ്ത്രത്തിന്റെ ആ പഠനങ്ങൾ പൊട്ടിത്തെറി കൊണ്ട് ഈ ലോകം ഉണ്ടായെന്നൊക്കെ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് തിയോളജിക്കൽ കോളേജുകളിൽ നിന്ന് പഠിക്കേണ്ടത്. പക്ഷെ അത് പഠിച്ചെങ്കിലേ നിവൃത്തിയുള്ളൂ. അത് പഠിച്ചതുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ലേ? ദാനിയേലും മറ്റും അതുപോലെ രാജാവിന്റെ ഈ കൊട്ടാരത്തിൽ 3 വർഷം, രാജാവിന്റെ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം പഠനം നടത്തിയത് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ? ഇന്നും അങ്ങനെ ഒരു പഠനത്തിൽ നമ്മൾ ഏർപ്പെടേണ്ടി വന്നാൽ ഒരുപക്ഷെങ്കിൽ ദാനിയേലിനെ പോലെ തന്നെ നാം വിശ്വസിക്കാതെ നമുക്കത് പഠിക്കുവാൻ കഴിയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ലോകത്തിലുള്ള ഒരു മനുഷ്യനും അവന്റെ ബുദ്ധി കൊണ്ട് ദൈവിക കാര്യം പഠിക്കുവാൻ കഴിയില്ല. രാജാവ് കോപിഷ്ഠനായി. ദാനിയേലിനെ വിളിച്ചിട്ടില്ലേ? ഞാൻ ചിന്തിച്ചു പോയി, ദാനിയേലിനെ എന്താ വിളിക്കാഞ്ഞത്? അവിടെയുള്ള സകല കൽദയരെയും ക്ഷുദ്രം ചെയ്യുന്നവരെയും മന്ത്രവാദികളെ ഒക്കെ രാജാവ് വിളിച്ചു, ദാനിയേലിനെ എന്തിനു വിളിച്ചില്ലേ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദാനിയേൽ കോളേജിൽ നിന്ന് അങ്ങോട്ട് പാസ്സായിട്ടേ ഉള്ളൂ. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ ആ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് ഡിഗ്രി എടുത്തിറങ്ങിയിട്ടേ ഉള്ളൂ. എത്രയോ പരിചയം ശ്രദ്ധിച്ച, എത്രയോ പ്രായം ചെന്ന, ഇവിടെ നോക്കുക, വിദ്വാൻമാർ കിടക്കുമ്പോഴാണോ ഈ ചെറിയ ദാനിയേലിനെ വിളിക്കേണ്ടതെന്ന് ഒരുപക്ഷെങ്കിൽ ചിന്തിച്ച് കാണും. ദാനിയേലിനെ പോലും വിളിക്കാതെ അവരെ മുഴുവൻ കൊന്നുകളയുവാനായിട്ട് തീരുമാനം രാജാവ് എടുത്തു. രാജാവ് അത്രത്തോളം ഫ്യൂറിയേറ്റഡായി, അത്രമാത്രം കോപിഷ്ഠനായി. 15-ാം വാക്യം നോക്കിയാട്ടെ. ദാനിയേലിനെ അന്വേഷിച്ചുകൊണ്ട് അരിയോക്ക് എന്ന് പറയുന്ന രാജാവിന്റെ കൽപ്പന പ്രാബല്യത്തിൽ വരുത്തുവാൻ രാജാവ് എന്താ കൽപ്പന കൊടുത്ത്? സകല ബാബിലോണിലുള്ള സകല വിദ്വാൻമാരെ കൊന്നുകളയുവാനായിട്ട് കൽപ്പന കൊടുത്തു. 13-ാം വാക്യം. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. ഇതിന്റെ ചുമതല വഹിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നത് അരിയോക്ക് എന്ന് പറയുന്ന രാജാവിന്റെ സൈന്യാധിപനാണ്. 15-ാം വാക്യത്തിൽ അരിയോക്കിനെ കുറിച്ച് വായിക്കുന്നു. അരിയോക്ക് ദാനിയേലിന്റെ അടുക്കൽ വന്നു. ഇവിടെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണം. ദാനിയേലിനെ കൊല്ലുവാൻ അകത്ത് വന്നിരിക്കുക. 16-ാം വാക്യം. ദാനിയേൽ അകത്ത് ചെന്നു രാജാവിനോട് തനിക്കൊരു സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ഈ കൽദയർ ആവശ്യപ്പെട്ടു, അല്പം കൂടെ സമയം തരണം. രാജാവ് പറഞ്ഞു, ഇത് നിങ്ങളുടെ തന്ത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നീട്ടാൻ വേണ്ടിയാണ് സമയം ചോദിക്കുന്നത്. നിങ്ങൾക്കിത് പറയുവാൻ കഴിയില്ല. സംഹരിപ്പാനായിട്ട് രാജാവ് കോപിഷ്ഠനായി കൽപ്പന പുറപ്പെട്ടു. രാജാവ് അത്രയും ഒരു രാജാവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു. എന്നാൽ ഇവിടെ നോക്കുക, ദാനിയേൽ ചോദിച്ചു, അല്പം കൂടെ സമയം തരണം. ആരോടാ പറയുന്നത്? തന്നെ കൊല്ലാൻ വന്ന അരിയോക്കിനോട്. ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മളിവിടെ 18-ഉം 19-ഉം വാക്യം വായിച്ചാൽ നോക്കുക, അവിടെ അരിയോക്കിന് അല്പം കൂടെ സമയം തരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 8-ാം വാക്യം അതോടുള്ള ബന്ധത്തിൽ ചേർത്ത് പഠിച്ചാൽ, കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞ രാജാവ് ദാനിയേലിന് സമയം അനുവദിച്ചു കൊടുക്കുകയാണ്. ദാനിയേൽ എന്തിനാ അല്പം കൂടെ സമയം ചോദിച്ചത്? നമ്മൾ പഠിക്കണം. 18-ഉം 19-ഉം വാക്യം നോക്കിയാട്ടെ. ദാനിയേൽ ഒരു പ്രാർത്ഥന മുറിയിലേക്ക് കയറുകയാണ്. ദാനിയേൽ തൻ്റെ കൂട്ടുകാരെ ശന്ദ്രക്, മേശക്, അബേദ്നെഗോ തൻ്റെ മറ്റു കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥന മുറിയിലേക്ക് കയറുകയാണ്. ദാനിയേലിന്റെ വൈഷമ്യഘട്ടത്തിൽ ദാനിയേൽ എന്തിനു വേണ്ടി പ്രാർത്ഥന മുറിയിൽ കയറി? ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഹി വാസ് പ്ലീഡിങ് ഫോർ ഗോഡ്സ് മെർസി. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. നോക്കാം, നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊല്ലുവാൻ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു, എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുവാനായിട്ടേ ശ്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവനോട് എതിർപ്പെടുവാനായിട്ടേ ശ്രമിക്കുകയുള്ളൂ. ദാനിയേൽ അതല്ല ചെയ്തത്.
രാജാവിനോട് സമയം ആവശ്യപ്പെട്ടുകൊണ്ട്, സ്നേഹിതരെ വിളിച്ചുകൊണ്ട് താൻ പ്രാർത്ഥന മുറിയിലേക്ക് കയറുകയാണ്. ഇങ്ങനെ പ്രാർത്ഥന മുറിയിൽ കയറിയപ്പോൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ദാനിയേലിന് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തി. ദാനിയേലിന് കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ആ 19 തൊട്ടുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രിയിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുവാനാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളത്. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയിക്കുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തരുന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു. രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിച്ചു വാഴ്ത്തുന്നു. വാസ്തവത്തിൽ ആ വാക്യം എന്നെ ചിന്തിപ്പിച്ചു. ദാനിയേലിനാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്. പക്ഷെ ദാനിയേൽ പറയുന്നു, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. തന്നോടുകൂടെ തൻ്റെ 3 സ്നേഹിതരും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ മഹത്വം എടുക്കുന്നില്ലേ? സ്തോത്രങ്ങൾ, സ്തുതികൾ ദൈവത്തിന് കൊടുക്കുകയാണ്. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു വൈഷമ്യഘട്ടത്തിൽ എല്ലാവരെയും കൊല്ലുവാനായിട്ട്, ഈ വിദ്വാൻമാരെല്ലാം കൊല്ലുവാൻ കൽപ്പന പുറപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവം ആ വെളിപ്പാട് കൊടുത്ത ഒരു സന്ദർഭം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ ഓട്ടം കൊട്ടാരത്തിലോട്ട് ഓടിയാനേ, അല്ലേ? നമ്മളൊക്കെയാണ് നിന്ന് അങ്ങ് വിളിച്ചു പറഞ്ഞേനെ. നമുക്ക് കിട്ടിയ കാര്യങ്ങളും കിട്ടാത്തതിൻ്റെ അപ്പുറം കൂടെ നമ്മൾ പറഞ്ഞേനെ. ദാനിയേൽ എന്താ ചെയ്തത്? ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ്റെ സ്തുതിയുടെ വാക്കുകൾ ഞാൻ എടുക്കുന്നില്ലേ, എന്നാൽ അവിടെ ശ്രദ്ധിച്ചു നോക്കണം. അവൻ മഹത്വം എടുക്കുന്നില്ലേ? അവൻ തൻ്റെ സ്നേഹിതന്മാരെ ഉൾപ്പെടുത്തി, ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അരിയോക്ക് രാജാവിൻ്റെ അടുക്കൽ കാര്യം പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു മനുഷ്യനെ നോക്കിയാട്ടെ, 25-ാം വാക്യത്തിലെ അരിയോക്ക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുവന്ന് രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹൂദ പ്രവാസികൾ ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നെന്ന് ഉണർത്തിച്ചു. ഇവിടെ രസകരമാണ്. അരിയോക്ക് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഐ ഹാവ് ഫൗണ്ട് എ മാൻ. യെസ്, ഇവിടെ നോക്കാം. ഇതാണ് ലോകമനുഷ്യനും ഒരു ആത്മീകനുമായിട്ടുള്ള വ്യത്യാസം. അരിയോക്കാണോ ദാനിയേലിനെ കണ്ടെത്തിയത്? അല്ലേ, ദാനിയേലാണ് അരിയോക്കിനെ കണ്ടെത്തിയത്. പക്ഷെ അരിയോക്ക് രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് പറയാ, ഐ ഹാവ് ഫൗണ്ട് എ മാൻ. ലോകമനുഷ്യൻ അങ്ങനെയാണ്, രാജാവിന്റെ പ്രീതി സമ്പാദിപ്പാൻ. പക്ഷെ ദാനിയേലോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. യെസ്, ദാനിയേലിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 18 വയസ്സുള്ള ഒരു ടീനേജർ, അവന്റെ വളർച്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ ക്യാപ്റ്റന്റെ മുന്നിൽ പതറാതെ നിൽക്കുകയാണ്, പ്രാർത്ഥനയിൽ മുട്ടുമടക്കുകയാണ്, ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ദൈവന് വെളിപ്പാട് കൊടുത്തപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ പ്രായത്തിൽ അവന് വാസ്തവത്തിൽ പുകഴേണ്ട ഒരു യൗവനമോഹം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിലും ആ മഹത്വമെല്ലാം അവന്റെ സ്നേഹിതന്മാരോട് ഉൾപ്പെടെ അവരെയും കൂടെ ഉൾപ്പെടുത്തി ദൈവത്തിന് കൊടുക്കുകയാണ്. എന്തൊരു ചെറുപ്പക്കാരനാണ്! ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് വിളിച്ചപ്പോൾ അവന്റെ പേഴ്സണൽ ലൈഫിന്റെ ക്വാളിറ്റി ഇവിടെ പഠിക്കാൻ കഴിയുന്നു. 24-ാം വാക്യത്തിൽ ദാനിയേൽ പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. അതുകൊണ്ട് ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിപ്പാൻ രാജാവ് നിയോഗിച്ചിരിക്കുന്ന അരിയോക്കിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്. ഞാനും നിങ്ങളുമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ തട്ടിയേറെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞേനെ. ഇവിടെ നോക്കുക, ദാനിയേൽ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്. ഇതൊരു പാഠമാണ്. ദാനിയേൽ എന്ന് പറയുന്ന ദൈവപുരുഷൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെയുള്ള വിദ്വാൻമാരുടെ ജീവൻ തിരിച്ചു കിട്ടി. അപ്പോസ്തലപ്രവൃത്തി 27-ന്റെ 21, 24 വാക്യം വായിക്കുമ്പോൾ, ആക്ട്സ് 27, 23, 24 വായിക്കണ്ട. അവിടെ റോമിലേക്ക് പോകുന്ന കപ്പല് പൗലോസ് ഉണ്ടായിരുന്നുണ്ട്. പൗലോസ് ആ കപ്പൽ ഉണ്ടായിരുന്നുകൊണ്ട് കപ്പൽ ഛേദം സംഭവിച്ചപ്പോൾ ദൈവം ആ കപ്പലിലുള്ളവരെ നശിപ്പിക്കാതെ പൗലോസിന് കൊടുത്തു. 3, പൊത്തിഫറിന്റെ ഭവനത്തിൽ യോസെഫ് എന്ന് പറയുന്ന ഭക്തനായ ഒരു പുരുഷനുണ്ടായിരുന്നു. ഉൽപ്പത്തി 39-ന്റെ 5 വായിക്കുമ്പോൾ യോസെഫ് മുഖാന്തരം പൊത്തിഫറിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. സോദോം ഗോമോറ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ആ പട്ടണത്തിൽ നോക്കുക, ഏതാനും വിശ്വാസികൾ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം പറയുന്നു ആ പട്ടണത്തെ അവൻ നശിപ്പിക്കുകയില്ലായിരുന്നു. ഒരു സത്യം പഠിപ്പിക്കുന്നു. ദാനിയേൽ എന്ന് പറയുന്ന ദൈവപുരുഷൻ ആ പട്ടണത്തിലുണ്ടായി. അവിടെയുള്ള വിദ്വാൻമാരുടെ ജീവൻ തിരിച്ചു കിട്ടി. ഈ ലോകം ഇന്ന് ന്യായവിധിയിൽ അകപ്പെടാതെ മുന്നോട്ട് പോകുന്നതിന്റെ ഏക കാരണം ഞാനും നിങ്ങളും ദൈവമക്കൾ ഈ ഭൂമിയിലുള്ളതുകൊണ്ടാണ്. ആ സത്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാനും നിങ്ങളും ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ലോകം വലിയൊരു ന്യായവിധിയിലേക്ക് കടന്നു വരികയാണ്. ദാനിയേൽ
ഈ രഹസ്യവുമായിട്ട്, ഈ വെളിപ്പാടുമായിട്ട് രാജാവിൻ്റെ അടുക്കലോട്ട് ചെല്ലുകയാണ്. 29 തൊട്ടുള്ള വാക്യത്തിലെ രാജാവെ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്ന് വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചു വരിക്കുന്നു. എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനെക്കാട്ടിലും അധികമായി ജ്ഞാനമൊന്നും ഉണ്ടായിട്ടില്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിന്, തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടത്. എന്നിട്ട് രാജാവ് കണ്ട ദർശനമോ എന്ന് പറഞ്ഞുകൊണ്ട് ദർശനം പറയുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, രാജാവ് സ്തബ്ധനായ ദാനിയേലിന്റെ മുഖത്ത് നോക്കിക്കാണും. കൽദയരിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ഈ രാജാവ് കണ്ട സ്വപ്നമോ അർത്ഥമോ വെളിപ്പെടുത്താതിരിക്കുമ്പോൾ അന്ന് സംഭവിച്ച കാര്യം ദാനിയേൽ അങ്ങോട്ട് പറയുകയാണ്. രാജാവെ, തിരുമനസ്സുകൊണ്ട് പള്ളിമെത്തയിൽ ഉറക്കമില്ലാതായി. എന്ത് സംഭവിക്കുമെന്ന് തിരുമേനിയുടെ മനസ്സിൽ ആകുല ചിന്തയുണ്ടായി. ദൈവം ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പാട് തിരുമേനിക്ക് വെളിപ്പെടുത്തി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 31-ാം വാക്യം, രാജാവ് കണ്ട ദർശനം വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷങ്ങളുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറുമറയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടായിരുന്നു. രാജാവ് അത്ഭുതപ്പെട്ട് ദാനിയേലിന്റെ മുഖത്ത് നോക്കിക്കാണും. ഇവിടെയാണ് ദൈവിക വെളിപ്പാടിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ ആ 31-ാം വാക്യത്തിൽ ഈ ദർശനത്തിന് 4 അഡ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, വിശേഷണങ്ങൾ. 1 വിലയേറിയ, ഗ്രേറ്റ്. 2 ശോഭയുള്ള, ബ്രൈറ്റ്. 3 വിശേഷതയുള്ള, എക്സലന്റ്. 4 ഭയങ്കരം, ടെറബിൾ. 4 വിശേഷണം. രാജാവ് കണ്ട ഈ ദർശനം നോക്കിയേ, ഇറ്റ് ഈസ് ഗ്രേറ്റ്, ബ്രൈറ്റ്, എക്സലന്റ് ആൻഡ് ടെറബിൾ. വലിയത്, ശോഭയുള്ളത്, വിശേഷതയുള്ളത്, ഭയങ്കരം. രാജാവ് കണ്ട ദർശനം വലിയ ബിംബം ഭയങ്കര ശോഭയുള്ളതായി, ടെറബിളായിട്ട് നിൽക്കുന്നു. ഇതേ ദർശനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു ദൈവത്തിന്റെ ദാസന് ദൈവം വീണ്ടും കൊടുത്തു. അവിടെ കാണിക്കുന്നത് ദാനിയേൽ 7-ൽ 4 വൈൽഡ് ബീസ്റ്റിനെയാണ്. ഒരു ലോക മനുഷ്യൻ കണ്ടപ്പോൾ ഗ്രേറ്റ്, ബ്രൈറ്റ്, എക്സലന്റ്, ടെറബിൾ വൺ, പുകഴുവാൻ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദൈവദാസന് ദൈവം കാഴ്ച കൊടുത്തപ്പോൾ ലോകത്തിൽ ഉത്ഭവിച്ച സാമ്രാജ്യങ്ങൾ, ദേ ആർ വൈൽഡ് ബീസ്റ്റ്. അവ വെറും മൃഗങ്ങളാണ്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനാ ദൈവം അങ്ങനെ വെളിപ്പെടുത്തിയത്? അവ തിന്നുകയും വയറ് നിറയ്ക്കുകയും മറ്റുള്ളവയെ ചവിട്ടിക്കൊല്ലുകയും, ഇൻ അതർവൈസ് ദേ ആർ ജസ്റ്റ് ലിവിങ് ഫോർ ഇൻസ്റ്റന്റ്. അവരുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ഇനിയും ആ പ്രവചന പാഠങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കുക, നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമാണ് ആ ബിംബം മുഴുവൻ. നോക്കുക, തല തങ്കമാണ്, കയ്യ് നെഞ്ചും വെള്ളിയാണ്, അര താമ്രമാണ്, കാല് ഇരുമ്പാണ്. കാലിന്റെ അവസാനം വന്നപ്പോൾ അത് ഇരുമ്പും കളിമണ്ണും കൂടാണ്. ഇതാണ് രാജാവ് കണ്ട ദർശനം. ഈ ദർശനം തന്നെ 7-ാം അധ്യായത്തിൽ നോക്കിയേ, 4 ലോഹങ്ങൾക്ക് പകരം 4 ഘോരമൃഗങ്ങൾ, ചിറകുള്ള സിംഹം, ബാബിലോൺ സാമ്രാജ്യം. കരടി, നോക്കുക, മേദ്യഭാഷ സാമ്രാജ്യം. 3ാമത് കണ്ടത് ഗ്രീക്ക് സാമ്രാജ്യം, പുള്ളിപ്പുലി, ചിറകുള്ള പുള്ളിപ്പുലി, അലക്സാണ്ടറിന്റെ വേഗതയേറിയ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം, ഘോരവും ഭയങ്കരവുമായ മൃഗം. വീണ്ടും അതിന്റെ തന്നെ വെളിപ്പാട് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 2-3 സാമ്രാജ്യത്തിന്റെ കുറച്ചുകൂടെ വെളിപ്പാട് കിട്ടുന്നു. മേദ്യപാർശ്യ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ വെളിപ്പാടും കിട്ടുന്നു. അതിന്റെ ഒരു കൊമ്പ് കണ്ടോ? ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ നടുക്കുള്ള കൊമ്പ്, അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ആ കൊമ്പ് ഒടിഞ്ഞിട്ട് ദൈവം വീണ്ടും വെളിപ്പാട് തരുന്നു. 8-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യത്തിൽ ആ കൊമ്പിന് പകരം 4 കൊമ്പ് കിളുത്തു വരുന്നു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം 4ആയിട്ട് തിരിഞ്ഞു. നമുക്ക് അവസാനം വരുമ്പോൾ കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള കാൽപാദം കണ്ടോ? ആ കാൽപാദത്തിന്റെ അതിന്റെ പൂർത്തീകരണം, അതിന്റെ ഫുൾ റെവലേഷനാണ് വെളിപ്പാട് പുസ്തകം 13ഉം 17ഉം അധ്യായത്തിൽ. റെവലേഷൻ ചാപ്റ്റർ 13 ആൻഡ് റെവലേഷൻ ചാപ്റ്റർ 17. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ആ പാഠങ്ങളിലേക്ക് കടക്കാം. നമ്മൾ പ്രവചന പഠനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് വീണ്ടും ആ ബിംബത്തിലേക്ക് നോക്കാം. നോക്കാം, ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 31-ാം വാക്യം. ഇനിയുള്ള ഭാഗങ്ങൾ പ്രവചന പഠനമാണ്, വളരെ പരിചയമില്ലാത്തവരുടെ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമുക്ക് വളരെ സ്ലോ ആയിട്ട് ആ പാഠത്തിലേക്ക് കടന്നു പോകാം.
പ്രവചന പഠനമാണ്, വളരെ പരിചയമില്ലാത്തവരുടെ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമുക്ക് വളരെ സ്ലോ ആയിട്ട് ആ പാഠത്തിലേക്ക് കടന്നു പോകാം. ചാപ്റ്റർ 2 വേഴ്സസ് 31 ഓൺവേർഡ്സ്. രാജാവ് കണ്ട ദർശനം വലിയൊരു ബിംബം, വലിപ്പവും വിശേഷതയും ശോഭയുള്ളതുമായ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടായിരുന്നു. നോക്കുക, ഇനി നമുക്ക് ഇതിന്റെ വ്യാഖ്യാനം ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഈ വ്യാഖ്യാനം വചനത്തിൽ നിന്ന് തന്നെ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. ചരിത്രത്തിൽ നിന്ന് എടുത്ത് പഠിക്കാം. ഞാൻ ചരിത്രത്തിൽ നിന്ന് എടുക്കാതെ ആദ്യം വ്യാഖ്യാനിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ്പൗണ്ടഡ് ഫ്രം സ്ക്രിപ്ചർ ഇറ്റ് സെൽഫ്. ഈ ബിംബം എന്താണെന്നുള്ളത് വചനത്തിൽ കൂടെ മാത്രം നോക്കാൻ പോവുകയാണ്. 37 38 വാക്യത്തിൽ ആ തങ്ക തലയെക്കുറിച്ച് പറയുന്നു. 37 38 വാക്യം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സിനെ അറിയിക്കാം. രാജാവേ, തിരുമനസ് കൊണ്ട് രാജാവാകുന്നു. സ്വർഗസ്വനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വം നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരിലെ കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. എല്ലാറ്റിനെയും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് കൊണ്ട് തന്നെ. നോക്കുക, വചനം പഠിപ്പിക്കുന്നു, പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് തന്നെ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവാണ് പൊന്നുകൊണ്ടുള്ള തല. ജെറമ്യാ പ്രവചനം 27, ജെറമ്യാ ചാപ്റ്റർ 27 വേഴ്സസ് 4 to 7. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറയുവിൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യരെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ട് നീട്ടിയഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ഇപ്പോഴോ ഞാൻ ഈ ദേശത്തെ ഒക്കെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകന്റെ മകനെയും അവൻ്റെ ദേശത്തെ കാലാവധിയാകുവോളം സേവിക്കും. അതിൻ്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെയും കൊണ്ട് സേവ ചെയ്യിക്കും. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, തങ്കം കൊണ്ടുള്ള തല നെബൂഖദ്നേസർ രാജാവാണ്, ബാബിലോൺ സാമ്രാജ്യമാണ്. ഇനി രണ്ടാമത് കാണിച്ച വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളും, ആദ്യം നമുക്കൊരു പഠനം നടത്തിയിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് കുറേശ്ശെ പോകാം. വെള്ളി കൊണ്ടുള്ള സിൽവർ ചെസ്റ്റ് ആൻഡ് ബോത്ത് ആംസ്, അതിന്റെ വേഴ്സ് 39, ഡാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 39. തിരുമനസ്സിന്റെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്ന താമ്രങ്ങളുള്ള മൂന്നാമത്തേതും. 39 വാക്യം. തിരുമനസ്സിന്റെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും. ആ വാക്യം നോക്കിയേ, 39. And after thee shall arise another kingdom inferior to thee. ഗോൾഡ് അത് സിൽവറായിട്ട് മാറുന്നു. ബാബിലോൺ രാജാവിന്റെ സാമ്രാജ്യം അതിനെക്കാട്ടിൽ അല്പം കൂടെ ഇൻഫീരിയർ ആയ ഒരു സാമ്രാജ്യമായി മാറും. വചനത്തിൽ നിന്ന് ആ സാമ്രാജ്യം ഏതാണെന്ന് നോക്കാം. 2 Chronicles chapter 36 verse 20. 2 ദിനവൃത്താന്തം 36:20. 2 Chronicles chapter 36 20ാമത്തെ വാക്യം. 20. വാളിനാൽ വീഴാതെ ശേഷിക്കുന്നവരെ ഞാൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. ബാബേൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന നെബൂഖദ്നേസറിന്റെ രാജ്യം. പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കുന്നത് വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരിക്കും. അതിനും പറയുന്നത് നോക്കിയേ, പാർസി രാജ്യം, പേർഷ്യൻ കിങ്ഡം, ബാബേലിൽ പേർഷ്യൻ കിങ്ഡം ശക്തി പ്രാപിക്കുന്നത് വരെ ഇസ്രായേൽ മക്കൾ അവിടെ പ്രവാസികളായിരിക്കും. ഇംഗ്ലീഷിൽ ഞാനതൊന്ന് വായിക്കാം ആ വാക്യം. Them that had escaped from the sword carried he away to Babylon, where they were servants to him and his sons until the reign of the kingdom of Persia. അപ്പം വചനം പഠിപ്പിച്ചു തരുന്നു, ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ് രണ്ടാമത് വന്ന സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യമാണ്. വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും പേർഷ്യൻ സാമ്രാജ്യമാണ്. ഒരു വാക്യം കൂടെ വേണം നോക്കിയോ, ഡാനിയേൽ ചാപ്റ്റർ 5 വേഴ്സസ് 28. ഡാനിയേൽ 5:28. ദാനിയേൽ 5:28. ദാനിയേൽ 5:28. പാരസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. നോക്കുക, 2 കൈകൾ, മേദ്യരും പാർസികളും കൂടെ ചേർന്ന്. അതായത് മേദ്യർ എന്ന് പറയുന്നത് ഇറാഖിന്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന കുർദുകളുണ്ടല്ലോ, നമ്മൾ ഇന്ന് കുർദ്സ്, സാദം ഹുസൈൻ ബോംബ് ചെയ്ത് ഗ്യാസൊക്കെ ഉപയോഗിച്ച് ഒത്തിരി പേരെ കൊന്നു.
ആ കുർത്താണ് ബൈബിളിലെ മേദ്സ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം, ഇറാന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇറാനാണ് പേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേർഷ്യ, ഇറാനും ഇന്നത്തെ കുർദുകളുടെ ആ സ്ഥലത്തുള്ള മേദ്സും കൂടെ അവരും കൂടെ ചേർന്നു ബാബിലോൺ സാമ്രാജ്യം തങ്കിൽ നിന്നുള്ള തല ഇവർ പ്രബലപ്പെടുന്നത് വരെ, നമ്മൾ അതാണ് 2 ക്രോണിക്കിൾസ് 36-20 വായിച്ചത്. അണ്ടിൽ ദ റെയിൻ ഓഫ് കിങ്ഡം ഓഫ് പെർഷ്യ, പേർഷ്യൻ രാജ്യം എഴുന്നേറ്റ് വരുന്നത് വരെ ഇസ്രായേൽ മക്കൾ പ്രവാസികളായി ബാബേലിൽ കിടക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ വായിച്ചു 5:28, ദാനിയേൽ 5:28 മേദ്യർക്കും പാർസികൾക്കും കൊടുക്കും. നോക്കുക, ദാനിയേൽ 8:20, 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. 2 കൊമ്പ് മേദ്യരും പാർശ്യരും. നമ്മളത് വരുമ്പോൾ പഠിക്കും. 1 കൊമ്പിന് നീളക്കുറവാ, 1 കൊമ്പിന് നീള കൂടുതലാ. ഈ 2 പേരിൽ ഒരു കൂട്ടര് അല്പം മറ്റവരെക്കാട്ടിൽ ചെറുതായിരുന്നു. നമ്മളത് ആ ഭാഗം വരുമ്പോൾ ഞാൻ വിശദീകരിച്ച് പഠിപ്പിക്കാം. നോക്കുക, ദൈവം ഫർദറായിട്ട് റെവലേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ആ ബിംബത്തിലേക്ക് വരാം. മേദ്യരും പാർശ്വരും കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു, ഇനിയും താമ്രം അല്ലെങ്കിൽ ബ്രാസ് കൊണ്ടുള്ള അരയാണ്. ഡാനിയൽ ചാപ്റ്റർ 2 വേഴ്സ് 32, ഡാനിയൽ ചാപ്റ്റർ 2 വേഴ്സസ് 32 അവിടെ വായിക്കുന്നുണ്ട്, വയറും അരയും താമ്രം കൊണ്ട്. അതിന്റെ വേഴ്സ് 39 തിരുമനസിന്റെ ശേഷം, അതായത് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവ്വമിലും വാഴുവാനിരിക്കുന്ന താമ്രം കൊണ്ടുള്ള 3ാമത്തെ രാജ്യത്വവും ഉത്ഭവിക്കും. അപ്പം താമ്രം കൊണ്ടുള്ളത് 3ാമത്തെ സാമ്രാജ്യമാണ്. ഈ 3ാമത്തെ സാമ്രാജ്യം ആരാണ്? 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, ഡാനിയൽ 8:21. നമുക്ക് 20 തൊട്ട് വായിക്കാം. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. അതിന്റെ ശേഷം പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവ്, ഗ്രീക്ക് രാജാവ്. ആരാത്? രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1ാമത്തെ രാജാവുമാകുന്നു. യവന രാജാവ്, ഗ്രീക്ക് രാജാവ്, അതിന്റെ നടുക്കുള്ള കൊമ്പ് അലക്സാണ്ടർ ചക്രവർത്തി. നമ്മൾ ഇതിൽ നിന്ന് ഏതാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. 8-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 7 വരെ വായിച്ചാൽ നമ്മൾ അവിടെ കാണുന്ന ചിത്രം നോക്കുക. അതിന്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ, എറാം. 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ. ഡാനിയേൽ 8-ന്റെ 1 തൊട്ട് 7 വരെ 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ, എറാം. അതിനെ ഇടിച്ചു തീർക്കുന്നു അടുത്തയാട്, കോലാട്ടുകൊറ്റൻ, ഹീ ഗോട്ട്. നിലം തൊടാതെ അതിങ്ങനെ പറന്നു വന്ന് 2 കൊമ്പുള്ള ആട്ടുകൊറ്റനെ ഇടിച്ചു തീർക്കുകയാണ്. അതായത് മേദ്യരുടെയും പാർശ്യരുടെയും ഭരണകൂടത്തെ ഗ്രീക്ക് സാമ്രാജ്യം ഒന്ന് തകർക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് വചനം പറയുന്നു. 11-ാം അധ്യായം ഡാനിയേൽ 11 തൊട്ട് ഇതിന്റെ പഠനം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അപ്പോൾ എടുത്താൽ മതി. നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പം പഠിച്ചു പോവുകയാണ്, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. ഇനി നമുക്ക് 4-ാമത്തെ ഭാഗത്തിലേക്ക് വരാം. 4-ാമത്തേത് താമ്രം കൊണ്ടുള്ള അര കഴിഞ്ഞു. ഇനിയും ഇരുമ്പ് കൊണ്ടുള്ള കാലാണ് വരുന്നത്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 33 നമ്മൾ കാണുന്നുണ്ട്. തുട 32-ന്റെ അവസാനം, തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടായിരിക്കുന്നു. അതിന്റെ 40-ാം വാക്യം നോക്കിയാട്ടെ. 4-ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. ഇരുമ്പ് ബലം കൂടി 4-ാമത്തെ സാമ്രാജ്യത്തിന്റെ സ്വഭാവം. പക്ഷെ ഇവിടെ അത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ വരണം. ന്യൂ ടെസ്റ്റ്മെന്റാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ 4-ാമത്തെ സാമ്രാജ്യം നിലനിൽക്കുകയാണ്. നമുക്കറിയാം അത് ഏത് സാമ്രാജ്യമാണെന്ന്. റോമൻ സാമ്രാജ്യമാണ്. ലൂക്കോസ് 2:1 ലോകം മുഴുവൻ പേർവഴി ചാർത്തേണ്ടതിന് അഗസ്റ്റസ് കൈസറുടെ ആജ്ഞ പുറപ്പെട്ടു. റൂൾ ഓവർ ഓൾ ദ എർത്ത് ബൈ അഗസ്റ്റസ് കൈസർ. He was a Roman emperor. That is the 4th empire. Luke chapter 3 verse 11. സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ നടക്കുന്ന കാലഘട്ടം. അതിന്റെ 1-ാം വാക്യത്തിൽ, in the 15th year of the reign of Tiberius Caesar, Pontius Pilate being governor of Judea. റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണമാണ്. നമുക്കിനിയും ഇവിടെ നിന്ന് ആ കാര്യം നമ്മൾ പഠിച്ചു. അതിന്റെ അവസാനം വരുമ്പോൾ കാല് പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടാണ്. ഇരുമ്പും കളിമണ്ണും. ഡാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 41.
കാലം കാൽവിരൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്നത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നായി കണ്ടതിൽ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരിക്കും പോലെ രാജ്യത്ത് മുട്ടും ബലമുള്ളത് മുട്ടും ഉടഞ്ഞു ആയിരിക്കും. അവസാനത്തെ ഭരണകൂടം വരുമ്പോൾ ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നിരിക്കുന്ന പോലെ ബലമുണ്ട്, എന്നാൽ ബലമില്ല. ഇതിന്റെ മുഴുവൻ പഠനം ഞാൻ എടുത്തില്ല. വചനത്തിൽ നിന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഏതായി ഭരണകൂടങ്ങൾ. തങ്കം കൊണ്ടുള്ള തല നമ്മൾ പഠിച്ചു. വചനത്തിൽ തന്നെ ബാബിലോൺ സാമ്രാജ്യം, അതിന്റെ വെളിപ്പാടുകൾ ദൈവം ഫർദറായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് 2-ാം അധ്യായത്തിൽ തന്നെ നിൽക്കാം. ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ് ദൈവം പറഞ്ഞു അവനെക്കാട്ടിൽ ഇൻഫീരിയറായ കുറച്ചുകൂടെ താഴെ ഒരു സാമ്രാജ്യം, മെദ്യരും പാർശ്യരും. ഇത് ഹിസ്റ്ററിയാണ്, ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിലും താഴെ ഒരു സാമ്രാജ്യമാണ് വാസ്തവത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം, പക്ഷെങ്കിൽ വളരെ വേഗതയുള്ളൊരു സാമ്രാജ്യം. 4ാമത് വന്നത് ഇരുമ്പ് പോലെ ബലമുള്ളത് റോമൻ സാമ്രാജ്യം, ഇരുമ്പ് പോലെ ബലം. അവസാനം വരുമ്പോൾ ആ കാലുകൾ നീണ്ടുപോകുന്നു രണ്ടായിട്ട്. റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് മുറിക്കപ്പെട്ടു. ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ. ചരിത്രത്തിലേക്ക് നമുക്ക് പിന്നെ കടന്നു പോകാം. ഞാൻ ഒരു വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അന്തിമകാലം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും ആ കാലുകളിൽ 10 വിരലുകൾ, അതിന്റെ വെളിപ്പാടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 10 കൊമ്പുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറി വരുന്നു. റെവലേഷൻ ചാപ്റ്റർ 13. ദാനിയേൽ കണ്ട 10 വിരലുകളുള്ള ആ കാൽപാദത്തിൽ നമ്മൾ ദാനിയേൽ ചാപ്റ്റർ 2 വേഴ്സസ് 44 തൊട്ട് രാജാവ് കണ്ട സ്വപ്നം എന്താ കാണുന്നത്? ഒരു കല്ല്, കൈ തൊടാത്ത കല്ല് മോളിൽ നിന്ന് പറഞ്ഞു വന്ന് ഈ കാൽപാദത്തിൽ അടിച്ചിട്ട് ആ കല്ലങ്ങ് വളർന്ന് സർവ്വഭൂമിയിൽ നിറയുകയാണ്. ദാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 44 എന്ന് വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്തെ സ്ഥാപിക്കും. ഈ രാജ്യത്തും വേറെ ഒരു ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അത് ഈ രാജ്യത്തുകളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കും, എന്നേക്ക് നിലനിൽക്കും. കൈ തൊടാത്ത കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്നത് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും തകർന്നതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിച്ചുള്ള രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 44-ാം വാക്യത്തിൽ ഈ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ സ്വർഗസ്വനായ ദൈവം ഒരു നാളും ഇളകാത്തൊരു രാജ്യം സ്ഥാപിക്കും. ഞാൻ ആ പാഠങ്ങളിലേക്ക് കയറുന്നില്ലേ, നമുക്ക് പിന്നെ പഠിക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, റോമൻ സാമ്രാജ്യത്തിന് വീണ്ടും ഒരു നവോത്ഥാനം സംഭവിക്കും. നമ്മൾ യൂറോപ്പിൽ നിന്ന് കാണുന്ന ചലനങ്ങളൊക്കെ അതിന്റെ പ്രാരംഭ നടപടികളാണ്. അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ഈ വെളിപ്പാടിൽ കാണിച്ചിരിക്കുന്ന സാമ്രാജ്യങ്ങളെല്ലാം കഴിഞ്ഞ് നാം അവസാന സന്ദർഭത്തിൽ വന്നു കഴിഞ്ഞു. അല്ല, ഇവിടെ ഞാൻ വേറെ ഒരു പഠനം എടുത്തോട്ടെ. ആ ബിംബം നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ബിംബം നോക്കിയാൽ 4 ലോഹങ്ങളാണ്. ഒന്ന് തങ്കം, പിന്നെ വെള്ളി, പിന്നെ താമ്രം, പിന്നെ ഇരുമ്പ്, പിന്നെ ഇരുമ്പും കളിമണ്ണും. നമ്മൾ നോക്കിയാൽ അതിൻ്റെ മഹത്വം കുറഞ്ഞു വരികയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി രാജാവിൻ്റെ ശേഷം രാജാവിനേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം 39-ാം വാക്യത്തിലുണ്ട്. നോക്കുക, വാസ്തവത്തിൽ താണുകൊണ്ടിരിക്കുകയാണ്. തങ്കത്തിന്റെ മഹത്വവും വിലയും അല്ല വെള്ളിക്കുള്ളത്, അതിന്റെ വിലയും മഹത്വവും അല്ല താമ്രത്തിനുള്ളത്, അതിന്റെ വിലയും മഹത്വവും അല്ല ഇരുമ്പിനുള്ളത്, അതിന്റെ വിലയും മഹത്വവും അല്ല ഇരുമ്പും കളിമണ്ണും കൂടെ ചേരുമ്പോൾ. നമ്മൾ പഠിച്ചു നോക്കിയാൽ ഈ 4 ഭരണകൂടങ്ങളെ എടുത്തു നോക്കിയാൽ ദൈവം ഏറ്റവും വിലമതിച്ചത് തങ്കങ്ങളുള്ള തലയാണ്. എന്തായി തങ്കങ്ങളുള്ള തല? നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചപ്പോൾ അദ്ദേഹം ഭരിച്ച ഭരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോക്രാറ്റ് റൂൾ, അല്ലെങ്കിൽ സ്വച്ഛാധിപതി. വാട്ട് എവർ ഹി സേസ് ദാറ്റ് ഈസ് ദ ലോ. രാജാവ് എന്ന് പറയുന്നു, അതാ കൽപ്പന. ഓട്ടോക്രാറ്റ് റൂൾ, സ്വച്ഛാധിപതി. പക്ഷെ ദൈവത്തിന്റെ കൺമുമ്പിൽ ഏറ്റവും നല്ല ഭരണം അതാണെന്നാ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറയാം. ഓട്ടോക്രാറ്റ് റൂള് അടുത്തതായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാം? ബ്യൂറോക്രാറ്റിക് ഗവൺമെന്റ്. ബ്യൂറോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ മേധാവികളുടെ ഭരണം. മേത്തിലും പാർശ്വനും ഭരണത്തിൽ വന്നപ്പോൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ ദാനിയേൽ 2:39 പറഞ്ഞു, തിരുമേനിയേക്കാൾ താണതായ ഒരു ഭരണകൂടം വരും. ലോകം മുഴുവൻ ഭരിച്ചു. പക്ഷെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമുണ്ട്. നമുക്കറിയാം, ആ കാലങ്ങളിൽ ദാനിയേൽ 6
7-ാം വാക്യമൊക്കെ വായിച്ചാൽ അറിയാം, മേദ്യനായ ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടു. രാജാവിന് തന്നെ ഇടാൻ ഇഷ്ടമില്ല. ദാനിയേലിനെ വിടുവിക്കാനായിട്ട് നോക്കുമ്പോൾ രാജാവിന് വിടുവിക്കാൻ ഒക്കുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയേ, മേദ്യനും പാർശ്വനും ഭരിച്ചുകൊണ്ടിരിക്കുക. ദാര്യാവേശിന്റെ ഭരണകാലം. ദാര്യാവേശ് മേദ്യനായ രാജാവാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ദാര്യാവേശിന് ഉറക്കമില്ലേ? ഗുഹയിച്ച് നോക്കുക, അവിടെ ദാനിയേൽ ഉണ്ടോ? എന്തുകൊണ്ടാണ് ആ രാജാവിന് ദാനിയേലിനെ വിടുവിക്കാൻ കഴിയാത്തത്? രാജാവിന് തനിയെ തീരുമാനമെടുക്കുവാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഭരിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു 2ാമത്തെ ഭരണം. അതിന്റെ പറയുന്ന പേരാണ് ബ്യൂറോക്രാറ്റിക് ഗവൺമെന്റ്, ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള ഭരണകൂടം. രാജാവ് വലിയവനാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ ഭരിക്കുന്നു. നമുക്ക് വചനത്തിൽ നിന്ന് ഇത് പഠിക്കുന്നു. 3ാമത് വന്നിരിക്കുന്നത് ബ്രാസ്, താമ്രം, ഗ്രീക്ക് ഭരണകൂടമാണ്. നമ്മൾ പഠിച്ചു നോക്കിയാൽ, ചരിത്രം പഠിച്ചാൽ, അലക്സാണ്ടറിന്റെ പടയാളികൾ ധരിച്ചിരുന്ന പടച്ചട്ടയും കാൽച്ചട്ടയും ഹെൽമറ്റും എല്ലാം ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഈ ബ്രാസ് മിലിറ്ററിയിസം, അല്ലെങ്കിൽ അതിന് ഗവൺമെന്റ് ഓഫ് മിലിറ്ററിയിസം, പട്ടാളത്തിന്റെ ആധിപത്യം, ഓട്ടോക്രാറ്റിക് റൂൾ, സ്വച്ഛാധിപതിയുടെ ഭരണം ആദ്യം, 2ാമത് ബ്യൂറോക്രാറ്റിക് ഗവൺമെന്റ്, ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള രാജകീയ ഭരണം. ഗ്രീക്ക് സാമ്രാജ്യം വന്നപ്പോൾ ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ഓഫ് മിലിറ്ററിയിസം, സ്വച്ഛാധിപതിയെങ്കിലും സൈന്യത്തിന്റെ ഭരണകൂടമാണ് നടക്കുന്നത്. 4ാമത്തേത് റോമൻ സാമ്രാജ്യം. അതിന് പറയുന്ന പേരെന്നാ? എ ഡെമോക്രാറ്റിക് എംപറർ, ജനാധിപത്യ ചക്രവർത്തി. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ചക്രവർത്തിയുടെ ഭരണമാണ്. അതായിരുന്നു റോമൻ ഭരണകൂടം. അവസാനം വന്നപ്പോൾ നമ്മൾ നോക്കുക, അതേ ഭരണകൂടം തന്നെയാണ് ഇവിടെ ദൈവം കാണിച്ചു തന്നു. ഇരുമ്പും കളിമണ്ണോടെ, കളിമണ്ണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പോട്ടേഴ്സ് ക്ലേ എന്നാണ്. പോട്ടേഴ്സ് ക്ലേ അതായത് കുശവന്റെ മണ്ണ്, എർത്തൻ വെസൽ. പോട്ടറിന്റെ മണ്ണിന് എന്താ പ്രത്യേകത? അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ഇവിടെ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഇന്ന് നമ്മൾ വന്നെത്തിയ കാലഘട്ടമാണത്. ഇരുമ്പിനുള്ള ബലം പോലെ ബലമുണ്ട്, എന്നാൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ലോകത്തിലൊന്ന് കണ്ണോടിച്ചു നോക്കിയേ. ഇന്ന് ലോകത്തിൽ കാണുന്ന ഭരണകൂടം ഇതാ. ഇത് മിക്സഡ് ഭരണകൂടമാണ്. നമ്മൾ ഇന്ത്യയുടെ കാര്യം മാത്രമല്ലേ, എത്ര പാർട്ടികളാണ് ഒന്ന് ചേർന്ന് ഭരിക്കുന്നേ. ചിലപ്പം കാണും ഇതെല്ലാം കൂടെ പൊട്ടിപ്പോവും. ഈ കളിമണ്ണ് പൊട്ടിപ്പോകുന്നാല് ഗവൺമെന്റ് ചിലപ്പം താഴെ പോകുമെന്ന് തോന്നും. ഇവിടെ തന്നെയല്ല, ഇംഗ്ലണ്ട് തൊട്ട് ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങൾ ഭരിച്ചാലും നമ്മൾ പഠിച്ചാലും ഇന്ന് ഗവൺമെന്റുകളെല്ലാം കൂടെ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുള്ള ഒരു ഭരണമാണ്. ദൈവം അത് വെളിപ്പെടുത്തി. ഞാൻ പറയട്ടെ, ദൈവിക കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല ഭരണം ആ തങ്കം കൊണ്ടുള്ള തലയുടെ ഭരണമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, രാജാവ് നല്ലവനായിരിക്കണമെന്നേ ഉള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രശ്നം നല്ല രാജാക്കന്മാരില്ല എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്താ ഭരണം? അവൻ രാജാതിരാജാവായിരിക്കും. ദൈവം സഹസ്രാബ്ദത്തിലും ഒക്കെ വെച്ചിരിക്കുന്ന ഭരണം. പുതിയ ഭൂമിയിൽ വരുമ്പോഴും രാജാക്കന്മാർ കപ്പം കൊണ്ടുവരുന്നുണ്ട്. രാജകീയ ഭരണമാണ്. രാജാവ് നല്ലവനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണം രാജകീയ ഭരണമാണ്. നമ്മളൊക്കെ നല്ല സിറ്റിസൺസ് ആണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ വി ഷുഡ് ബി ഗുഡ് സിറ്റിസൺസ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ദ മോസ്റ്റ് ഇൻഫീരിയർ ടൈപ്പ് ഓഫ് റൂളിംഗ് ഈസ് പ്രസന്റ് ടുഡേ. ഇന്ന് ഭരിക്കുന്നവർ നമുക്ക് തുറന്നു പറയാൻ പോലും സാധിക്കില്ല. ഒരിക്കൽ രാജകീയ ബ്ലഡ് ഉള്ളവരാ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്നോ? ഞാൻ വിശദീകരിക്കുന്നില്ലേ, നാം ചോദ്യം ചെയ്യാൻ പാടില്ലേ? ദൈവമക്കളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. രാജകീയ ബ്ലഡ് ഉള്ളവന്റെ പ്രത്യേകതയും ഇന്ന് ഏറ്റവും അധമനായവൻ പോലും ഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്നാ? ആര് കയറിയാലും അവർക്ക് പണം. എവിടെയും കറപ്ഷൻ, എവിടെയും കറപ്ഷൻ. പലതും ഈ ഐസ്ബർഗിന്റെ അറ്റം കാണുന്നെന്ന് പറയുന്ന പോലെ കുറച്ചൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. ഈ അറിയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിയിലോട്ടുള്ളതൊക്കെ എന്തുവാ? മുഴുവൻ ഇതാ ദ മോസ്റ്റ് വേഴ്സ് റൂളിംഗ്. ദൈവം അത് ഒന്നുകൂടെ വെളിപ്പെടുത്തി തന്നു. എങ്ങനെയാണെന്നറിയാമോ? ഈ 4 ലോഹങ്ങളെ ദൈവം കാണിച്ചപ്പോൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുമ്പോൾ ടെനാസിറ്റി, അതിന്റെ ഉറപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതൊരു നല്ല പഠനമാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ലോഹങ്ങളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, മലയാളത്തിലെ ആപേക്ഷിക സാന്ദ്രത, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയും.
തങ്കത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 19.3, 19.3 19.3. അടുത്തത് വെള്ളി, സിൽവർ, ചെസ്റ്റ് ആൻഡ് ആംസ്. വെള്ളിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 10.5 ആണ്, 10.5. അടുത്തത് ബ്രോൺസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 8.5, 8.5 ആണ്, 8.5. അയന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 7.6 ആണ്, 7.6. ക്ലേയുടെ, പോട്ടേഴ്സ് ക്ലേയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.9 ആണ്, 1.9. ഒന്ന് ശ്രദ്ധിച്ചേ, സ്പെസിഫിക് ഗ്രാവിറ്റി 19.3ൽ നിന്ന് ഇന്നത്തെ കാലത്ത് വന്നപ്പോൾ ഇറ്റ് ഹാസ് കം ഓൾമോസ്റ്റ് 1.9. തങ്കത്തിന്റെ വിലയും മഹത്വവും ഡിറ്റീരിയേറ്റ് ചെയ്ത് അവസാനം അത് 1.9ൽ വന്ന് നിൽക്കുകയാണ്. തിരിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക, ടെനാസിറ്റി, അതായത് കടുപ്പം. ആ കടുപ്പം ഓരോന്ന് കഴിയുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡിന്റെ ടെനാസിറ്റി, കടുപ്പം എന്ന് പറയുന്നത് 150 ആണ്. അത് മെഷർ ചെയ്യുന്ന മെഷർമെന്റാണ് ഞാൻ പറയുന്നത്. അതായത് തങ്കത്തിന്റെ ടെനാസിറ്റി, കടുപ്പം എന്ന് പറഞ്ഞാൽ 150 ആണ്. വെള്ളിയുടെ ടെനാസിറ്റി, കടുപ്പം 187 ആണ്. ബ്രോൺസിന്റെ 302 ആണ്, 302 ആണ്. ഇരുമ്പിന്റെ ഏറ്റവും ബലം 549 ആണ്, 549 ആണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, കടുപ്പം കൂടിക്കൊണ്ടുവന്നു. 150ൽ നിന്ന് 187 അത് 302 549. എന്നാൽ അതിന്റെ ഗുണമുണ്ടല്ലോ, അത് കുറഞ്ഞുകൊണ്ടിരുന്നു, സ്പെസിഫിക് ഗ്രാവിറ്റി. ദൈവത്തിന്റെ ജ്ഞാനമെന്ന് ഓർത്തേ. ദൈവം ലോകത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഭരണകൂടങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും ദൈവം ഒരു ജാതീയ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പ്രവചനത്തിന്റെ ABC എന്ന് പറയുന്ന ഈ വിഷയത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന്റെ ജ്ഞാനം ലോകത്തിന്റെ മനുഷ്യനെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലേ? ദൈവാത്മാവുള്ള ദാനിയേലിന് അത് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ പഠനം തന്നെ തുടരുന്നതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഗൗരവത്തിലെടുത്ത് അതിൻ്റെ പഠനങ്ങൾ മുന്നോട്ട് എടുക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. തങ്കം കൊണ്ടുള്ള മഹത്വപൂർണമായ തല ഡിറ്റീരിയേറ്റ് ചെയ്ത് നാം ജീവിക്കുന്ന നാളുകളിൽ ഏറ്റവും മോശമായ ഭരണത്തിൽ വന്നു. പക്ഷേ നമുക്കൊരാശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? ഈ മോശമായ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ കരങ്ങൾ മുഴുവൻ കുഴഞ്ഞു വരുമ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങളും മാസീവ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് കൊണ്ടും മനുഷ്യന്റെ ജീവിതത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യനൊരു ഫ്യൂച്ചർ ഇല്ലാതിരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൈതൊടാത്ത കല്ല് വരുന്നു. ആരാണത്? യേശുക്രിസ്തു. സ്തോത്രം. റോമൻ സാമ്രാജ്യം നവോത്ഥാനം പ്രാപിക്കുന്നു. നമ്മുടെ നാളുകളിൽ വീണ്ടും യൂറോപ്പിൽ ചലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു നാൾ വിളകാത്ത രാജ്യം സ്ഥാപിക്കും. നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ രാത്രിയിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ലോകത്തിലുള്ള ഏത് ജ്ഞാനിക്കും മനസ്സിലാകാത്ത സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക വ്യക്തികൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണമെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരായി മാറണം. ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല. യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നുകൊടുത്ത് വ്യക്തിപരമായി അവനോടൊരു ബന്ധമുള്ളവർക്ക് മാത്രമേ ഒരു ദൈവവേദലായി തീർന്ന് ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായി തീരുവാൻ കഴിയുള്ളൂ. ദൈവാത്മാവുള്ളവർക്ക് ദൈവത്തിൻ്റെ പദ്ധതികൾ, കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി ബുദ്ധിയോടെ ജീവിപ്പാൻ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന അല്പസമയം നിന്റെ വചനത്തിൽ നിന്ന് മഹത്വപൂർണമായ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ആലോചനയും എത്ര അന്തരമാണ്. ലോകജ്ഞാനികൾക്ക് മറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നിന്റെ ദിവ്യാത്മാവിനാൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം. കൽദയ രാജ്യത്തിൻ്റെ ഒരു ജ്ഞാനിക്കും ആ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള ദാനിയേലിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. ലോകത്തിൻ്റെ മനുഷ്യന് അവൻ എത്ര ജ്ഞാനിയാണെങ്കിലും മനസ്സിലാക്കാൻ വയ്യാത്ത സത്യങ്ങൾ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ സത്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും, ദൈവാത്മാവില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത് രക്ഷിക്കപ്പെടുവാനിടയാക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കാലം അതിൻ്റെ അന്ത്യത്തിലെത്തി നീ പഠനം മൂലം മനസ്സിലായി. ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനിടയാക്കണം. ഞങ്ങളെ ക്ഷേമത്തോടെ ഞങ്ങളുടെ ഭവനത്തിൽ എത്തിക്കണം. ഞങ്ങൾ സന്തോഷത്തോടെ വീണ്ടും മടങ്ങി വന്ന് നീ വെളിപ്പെടുത്തിയ സത്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ
ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.